പ്രമേഹ രോഗികളിൽ ഫാറ്റി ലിവർ രോഗം കാണാൻ സാധ്യതയുണ്ട്. പലപ്പോഴും പ്രമേഹ രോഗികൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് കരളിനകത്ത് ഫാറ്റ് അടിഞ്ഞിരിക്കുന്നതാണ്. ഗ്രേഡ് 1 ഫാറ്റി ലിവർ, ഗ്രേഡ് 2 ഫാറ്റി ലിവർ എന്നെല്ലാം കാണുന്നതാണ്. അയ്യോ, ഞാൻ പ്രത്യേകിച്ച് കൊഴുപ്പുകളൊന്നും കഴിക്കുന്നില്ല, ഞാൻ മദ്യപിക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ എനിക്ക് ഈ ഫാറ്റി ലിവർ രോഗം വന്നു എന്ന് ഭയപ്പെടുന്ന പ്രമേഹ രോഗികൾ മനസ്സിലാക്കേണ്ടത്, രക്തത്തിൽ ഷുഗർ ലെവൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഉയരുമെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി കരളിനകത്ത് ഒരു ഇൻഫ്ലമേഷൻ, ഒരു നീർക്കെട്ട് ഉണ്ടാക്കുകയും ക്രമേണ ഇത് കരളിനകത്ത് കൊഴുപ്പ് കൂടുതൽ അടിഞ്ഞു കൂടുന്നതിനും കാരണമാകും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ രക്തത്തിൽ ഷുഗർ ലെവൽ കൂടുന്ന ആൾക്കാർ സൂക്ഷിക്കുക. നിങ്ങൾക്ക് പ്രമേഹ രോഗം ഇല്ലാത്തവരെ അപേക്ഷിച്ച് 3 ഇരട്ടി സാധ്യതയാണ് ഫാറ്റി ലിവർ രോഗം വരാൻ. മാത്രമല്ല, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഫാറ്റി ലിവർ രോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ്. ഇവിടെ കൊണ്ടും തീരുന്നില്ല, പ്രമേഹ രോഗികൾക്ക് അമിതവണ്ണം വരാനുള്ള സാധ്യത, പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ ഇൻസുലിൻ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ണം കൂടുതൽ കാണാനുള്ള സാധ്യത ഏറെയാണ്. ഇത്തരക്കാരിലും ഓട്ടോമാറ്റിക്കലി പ്രമേഹ രോഗത്തോടൊപ്പം തന്നെ ഫാറ്റി ലിവർ രോഗവും കൂടാനുള്ള സാധ്യതയുണ്ട്. ഇത് എല്ലാ കുടുംബത്തിന്റെയും പ്രമേഹ രോഗികളുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്തോളൂ. കാരണം കൃത്യമായിട്ടുള്ള വ്യായാമവും ഭക്ഷണ നിയന്ത്രണവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരേപോലെ പ്രമേഹ രോഗവും ഫാറ്റി ലിവർ രോഗവും നിയന്ത്രിക്കാൻ സാധിക്കത്തുള്ളൂ.